അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയേണ്ടതില്ല. അങ്ങനെ മദ്ഹ് പറയാൻ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല എന്നാണ് കേരളത്തിലെ ബിദഅകൾ പറയുന്നത്. ഖുർആനിനെ കരുവാക്കിക്കൊണ്ടാണ് അവരുടെ വിശരിപ്തമായ ഈ ആശയം അവര് ചെലവഴിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സുന്നികളായ നമ്മളും ലോകത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മൃഗീയ ഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും അല്ലാത്തവരും തമ്മിലുള്ള അന്തരം എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. അതൊന്ന് വെച്ചുകൊടുക്കും. മുജാഹിദ് നേതാക്കൾ പറയുന്നത്, കേരളത്തിലുള്ള മുജാഹിദിന്റെ വലിയ മൗലവിമാര് പറയുന്നത് എന്താണ്? മദ്ഹ് പറയാൻ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല എന്നാണ്. ചോദ്യകർത്താക്കൾ എത്തുന്നുണ്ട്. ഈ പറഞ്ഞ ക്ലിപ്പുകൾ വെച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കും. വെച്ചുകൊടുക്ക്. എല്ലാവരും അവിടെ നിന്നാ മതി. അവിടുന്ന് എല്ലാവർക്കും ശബ്ദം കേൾക്കാം. എല്ലാവർക്കും കാണാൻ കഴിയാന്നുള്ളത് ഉണ്ടാവൂല. സ്ക്രീൻ നമ്മളിവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പരമാവധി അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നറിയിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മുജാഹിദ് മൗലവി പറയുന്നു. കേട്ടോളൂ. മദ്ഹ് പറയാനല്ല അല്ലാഹു പറയുന്നത്, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത്. കേട്ടോ, ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ പറഞ്ഞിട്ടില്ല. എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായിട്ട് തന്നെ പറയുന്നത്. വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്. വളരെ ബോധത്തോടുകൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ മദ്ഹ് ഒരു ബോധമില്ലാതെ ചിലപ്പോൾ പറയുന്നതാണ് അതിന്റെ അർത്ഥം. വളരെ ബോധത്തിലാണ് ഇത് ഞാൻ ഏതായാലും പറയുന്നത്. പറഞ്ഞോ, നിങ്ങളൊന്ന് ഖുർആനിൽ ഒരിടത്തിലില്ല. വെറുതെ പറയാം, വെറുതെ. ആ കാര്യത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സും ഒരുക്കാൻ നമുക്ക് യാതൊരു പണിയില്ല. കണ്ടില്ല നിങ്ങൾ? ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ വിഷയത്തിലുള്ള അടിസ്ഥാനപരമായ വിശ്വാസവും അവരുടെ നിലപാടുമെന്ന് നമ്മൾ മനസ്സിലാക്കാം. അതിൽ നിന്നാണ് ഈ തർക്കങ്ങൾ എടുക്കുന്നത്. എന്തുകൊണ്ടാണ് മദ്ഹ് പറയേണ്ടതില്ല എന്ന് മുജാഹിദ് വിശ്വസിക്കുന്നത്, പറയുന്നത്? അതിന് കാരണം അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി തങ്ങളെ കുറിച്ച് അവർ വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് നമ്മെപ്പോലെയുള്ള സാധാരണ ഒരു മനുഷ്യൻ മാത്രമാകുന്നു എന്നാണ്. ഈ വിശ്വാസത്തിൽ നിന്നാണ് എന്നെ പോലോത്ത, ഞങ്ങളെ ആഫീസിലുള്ള മൗലവിയെ പോലോത്ത ഒരാള് അതിലപ്പുറം എന്ത് വേണം? അപ്പൊ അയാളുടെ മദ്ഹ് പറയാൻ ഖുർആൻ പറഞ്ഞിട്ടില്ലല്ലോ, അതുപോലെ റസൂലിന്റെ മദ്ഹ് പറയാനും പറഞ്ഞിട്ടില്ല എന്ന ഒരു നിലപാടിലേക്ക് മുജാഹിദ് എത്തുന്നത് അതുകൊണ്ടാണ്. മുജാഹിദുകൾ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് വിശ്വസിക്കുന്ന വിശ്വാസം നിങ്ങൾ കേട്ടോളൂ. മുജാഹിദിന്റെ വലിയ മൗലവി, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മൗലവി പറയുന്നത് എന്താ? അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അദൃശ്യമറിയൂല, അസാധാരണത്വമില്ല, സാധാരണ മനുഷ്യനാകുന്നു. മുജാഹിദിന്റെ സുല്ലമി പറയുന്നു എന്ന് വെച്ചുകൊടുത്തു. നബിക്ക് ആദർശം ഞാനല്ലല്ലോ, അസാധാരണ മനുഷ്യനാണ് നബിയെങ്കിൽ അസാധാരണ കഴിവുണ്ട്? ഇല്ല, സാധാരണ കഴിവ് മാത്രം നബിക്ക്. നബി സാധാരണ കഴിവേ ഉള്ളൂ, അസാധാരണ കഴിവ് ഒന്നുമില്ല. മുജാഹിദ് പഠിപ്പിക്കുന്ന വിശ്വാസാണ്. അത് ഉണ്ടോ ഇല്ലേ? നൂറുകണക്കിന് സ്വഹീഹുൽ ബുഖാരി എന്റെ കൈവശമുണ്ട്, സ്വഹീഹ് മുസ്ലിം എന്റെ കൈവശമുണ്ട്. 100 പറയാൻ, അല്ല 1000 പറയാൻ ഞങ്ങൾക്ക് കഴിയും. പക്ഷെ ഞാൻ ഇപ്പോൾ ആ സമയം അതിന് ഉപയോഗപ്പെടുത്തുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് സാധാരണ മനുഷ്യനാകുന്നു എന്നാ പറയുന്നത്. എന്നിട്ട് ഈ മൗലവി പറയാണ്, സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പോരാ, സാധാരണക്കാരുടെ കഴിവുമില്ല എന്ന് തെളിയിക്കാൻ 100 തെളിവുകളെ കൊണ്ട് കഴിയുന്ന. കേട്ടോളൂ, മുജാഹിദ് മൗലവി പറയട്ടെ. 100 സംഭവം തിരിക്കാതെ നമുക്ക് വേണമെങ്കിൽ അസാധാരണക്കാരന് സാധാരണ കഴിവുള്ളൂ എന്നതിന് സാധാരണക്കാരുടെ കഴിവില്ല എന്ന് വേണമെങ്കിൽ സമർത്ഥിക്കാൻ സാധിക്കും. സാധാരണക്കാരുടെ കഴിവുമില്ല എന്ന് വേണമെങ്കിൽ ആർക്ക്? അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധാരണക്കാരുടെ കഴിവ് പോലുമില്ല എന്ന് വേണമെങ്കിൽ സമർത്ഥിക്കാൻ സാധിക്കും. ഇത് പറയുന്നത് ആരാ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തലതൊട്ടപ്പന്മാരായ നേതാക്കളാണ്. സഹോദരന്മാരെ, ഇവിടെയാണ് വിഷയത്തിന്റെ മർമ്മം നിലനിൽക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ആരാണ്? ഒരു സാധാരണ മനുഷ്യനാണ്. സാധാരണ മനുഷ്യരാകുമ്പോ പിന്നെ ആ സാധാരണ മനുഷ്യന്റെ ജന്മദിനത്തിലും അല്ലാത്തപ്പോഴും ആ സാധാരണ മനുഷ്യന്റെ പ്രകീർത്തനങ്ങൾ, അവിടുത്തെ കീർത്തനങ്ങൾ പറയുന്നതിൽ ആർക്കും ഒരു താല്പര്യമൊന്നും ഉണ്ടാവൂല. മുജാഹിദ് വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് സാധാരണ മനുഷ്യനാണ്.
ഒരൊറ്റൊന്നുകൂടി കാണിച്ച് ഞാൻ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. മുജാഹിദിന്റെ വലിയ നേതാവ് സക്കരിയ സലാഹി അയാൾ പറയുന്നത് എന്താ? നമ്മളൊക്കെ മുസ്ലിമീങ്ങളായ നമ്മളൊക്കെ വിശ്വസിച്ചതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് പിറന്നു വീണപ്പോ നമുക്കറിയാലോ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായി. ജനിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസവിച്ച നേരത്ത് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായി. മുജാഹിദ് പറയുന്നു അതൊക്കെ കെട്ടുകഥയാണ്, ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറയല്ല, സക്കരിയ പറയട്ടെ, ഒന്ന് വെച്ചുകൊടുക്കും. പിന്നെ സാവതടാജലം വറ്റി നശിച്ചു സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലേ? പേർഷ്യൻ തീക്കുണ്ടങ്ങൾ പൊലിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മൗലൂദിന് ചെല്ലിയാടുക്കണതാ പേർഷ്യയിലെ തീക്കുണ്ടം, അഗ്നിയാരാധന തീക്കുണ്ടം, വർഷങ്ങളായി കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കുണ്ടം റസൂൽ പ്രസവിച്ചു വന്നപ്പോ ഡിം അങ്ങ് പൊലിഞ്ഞു പോയി. പിന്നെ കിസറ കൈസർ പീഠം വിറച്ചു സല്ലല്ലാഹു അലാ മുഹമ്മദ്. കിസറിന്റെ കൈസറിന്റെയൊക്കെ ഇരിപ്പിടങ്ങനെ ഇളകി എന്ന് മാത്രമല്ല അവരെ കൊട്ടാരത്ത് കുറെ താഴികക്കുടങ്ങൾ തകർന്നു വീണു. പച്ച നുണകളൊക്കെ എഴുതി വിട്ടേക്ക. ഇതൊന്നും ചരിത്രം കൊണ്ട് തെളിയിക്കാൻ പറ്റില്ല. ചാക്ക് ഇങ്ങനെ ശ്രദ്ധ കൊടുത്തതുകൊണ്ട് വിഷയം നുണയാവൂ സഹോദരന്മാരെ? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? പച്ച നുണയാണത് ഈ മുജാഹിദ്. എന്താ കാരണം? അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോ ഭാവിയിൽ വരാൻ പോകുന്ന തൗഹീദിന്റെ വിപ്ലവത്തിന്, തൗഹീദിന്റെ ഉയർച്ചയ്ക്ക് അനുകൂലമായി ഭാവിയിൽ ഉണ്ടാകാവുന്ന സംഭവ വികാസങ്ങളാണ് ആ സന്ദർഭത്തിൽ നടക്കുന്നത്. അതൊക്കെ ഒരു സൂചനയാണ്. അള്ളാഹുവിന്റെ ഹബീബ് ജനിച്ചപ്പോൾ അത് ഉണ്ടായി. പക്ഷെ ഇതൊന്നും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൗലവിമാര് ആര് ജനിച്ചപ്പോഴുണ്ടായിട്ടില്ല. റസൂല് ജനിച്ചപ്പോ ബിംബങ്ങൾ തലകുത്തി വീണു. വഹാബി മൗലവി ജനിച്ചപ്പോ KNMന്റെ സെക്രട്ടറി ജനിച്ചപ്പോൾ അമ്മിക്കുട്ടി വീണ് പോലും വീണ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്കിത് സഹിക്കുന്നില്ല. ഞങ്ങളെ മൗലവിമാർക്കില്ലാത്ത അതൊന്നും ഇവിടെ പറയണ്ട, അതൊക്കെ പച്ചക്കള്ളമാകുന്നു. നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹത്വത്തെ നിരാകരിക്കുക എന്നതാണ് കേരളത്തിലെ ബിദഈകളുടെ അടിസ്ഥാന തത്വം. അതിൽ നിന്നാണ് ആ റസൂലിന്റെ കീർത്തനങ്ങളും അപദാനങ്ങളും മദ്ഹുകളും മൗലിദുകളും പറയേണ്ടതില്ല, ചൊല്ലേണ്ടതില്ല, അത് പാടില്ലാത്തതാണ്, അത് ബിദ്അത്താണ്, അത് അനാചാരമാണ്, അത് നരകത്തിലേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടത്താനുള്ള കാരണം. ഇത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല, മുസ്ലിമീങ്ങളുടെ നിലപാടല്ല. ഇത് കേരളത്തിൽ ഈയിടെ അടുത്ത കാലത്തുണ്ടായ ബിദഈകളുടെ മാത്രം ആശയമാണ് എന്ന വസ്തുത നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് ജനിച്ചപ്പോ അത്ഭുതങ്ങൾ ഉണ്ടായി എന്ന് 20-ലധികം വരുന്ന ഹദീസ് ഗ്രന്ഥങ്ങളെ കൊണ്ട് തെളിയിക്കാൻ എനിക്ക് കഴിയും. ഫൈസല്ലാസിക്ക് അതിലല്ലാത്ത വേറെ 20 കൊണ്ട് വേറെ തെളിയിക്കാൻ കഴിയും. ഇനി അതൊന്നും വേണ്ട. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വലിയ നേതാവ് സഫീർ റഹ്മാനുൽ മുബാറക് ഫൂരി രചിച്ച ഗ്രന്ഥമാണ് അർ-റഹീഖുൽ മഖ്തൂം. റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമിയുടെ അവാർഡ് കൃതിയാണിത്. ഇത് എഴുതിയതാരാ? സഫീർ റഹ്മാനുൽ മുബാറക് ഫൂരി. അൽ ജാമിഅത്തു സലഫിയ എന്ന് പറയുന്ന അൽ ഹിന്ദ്, ഇന്ത്യയിലെ സലഫി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള അറബിയിലുള്ള ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ ഈ മുജാഹിദുകളുടെ നേതാവ് വരെ പറയുന്നു, കേരളത്തിലെ നേതാവല്ല ഇയാൾ വരെ പറയുന്നു അള്ളാഹുവിന്റെ റസൂല് ജനിച്ചപ്പോ ഈ മൗലവി നിഷേധിച്ച എല്ലാ സംഗതികളും ഉണ്ടായി എന്ന് ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് വഹാബികളുടെ തലതൊട്ടപ്പനായ ഈ നേതാവ് വരെ പറയുന്നു. ഖുർആനും സുന്നത്തും ഏതായാലും അറിയില്ല, ഇമാമുകൾ എഴുതിയ കിതാബും അറിയില്ല. അവനവന്റെ സ്വന്തം നേതാക്കൾ എഴുതിയ പുസ്തകങ്ങളെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയാൽ ഈ ജാതി പൊട്ടത്തരം വിളിച്ചു പറയുമോ സഹോദരങ്ങളെ? ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബിനെ കൊച്ചാക്കുക എന്നതിൽ നിന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ പുതിയ വാദം ഉടലെടുക്കുന്നത്. നമ്മളാരും അതിൽ വഞ്ചിതരാകരുത്. അവരുടെ താടിയുടെ നീളം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ വാഗിലാസത്തിന്റെ ഭംഗി കൊണ്ട് പരിശുദ്ധ ഖുർആൻ സ്റ്റേജുകളിലും പേജുകളിലും ഓതുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളാരും വഞ്ചിതരായി പോകരുത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ കാരുണ്യം, ആ നിഅമത്ത്, ആ റഹ്മത്ത്, അതിനെ സന്തോഷിക്കണമെന്നും അതിൽ ആഹ്ലാദിക്കണമെന്നും അതിൽ നമ്മുടെ സന്തോഷ പ്രകടനം നടത്തണമെന്നും പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നു. നൂറുകണക്കായ ഇമാമുകൾ ആ കാര്യം ലോകത്തോട് വിളിച്ചു പറയുന്നു. അതുകൊണ്ട് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തബ്ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ അവർ എന്തു തന്നെ ദുർന്യായം പഠിപ്പിച്ചാലും പറഞ്ഞാലും ശരി, പൂർവീക
പൂർവികർ പഠിപ്പിച്ച ഒരു ഇസ്ലാമുണ്ട് നമ്മുടെ മുമ്പിൽ. ആ ഇസ്ലാം കൈയൊഴിച്ചുകൊണ്ട്, ആ ഇസ്ലാമിനെ പുറങ്കാല് കൊണ്ട് ചവിട്ടി വലിച്ചെറിഞ്ഞ് പുതിയ ഒരു ആശയത്തിലേക്ക് നമ്മൾ നീങ്ങിയാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, ലാ യഖ്ബലുല്ലാഹു മിനൽ മുബ്തദിഈൻ. സുന്നിയല്ലാത്ത അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ പുത്തൻവാദികൾ, പാരമ്പര്യ ദീനിനെ കൈയൊഴിച്ച് പുതിയ വാദം ഉന്നയിക്കുന്ന കക്ഷികൾ, അവരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല. സ്വലാത്തൻ, അവരുടെ നിസ്കാരം സ്വീകരിക്കുകയില്ല. അവർ നിസ്കരിക്കൂല എന്നല്ല റസൂല് പറഞ്ഞത്. നിസ്കാരം ഭംഗിയായി കാണാൻ ഭംഗിയുള്ള രൂപത്തിലൊക്കെ അവർ നിർവഹിക്കും. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. വലാ സകാത്തൻ, അവർ ചെയ്യുന്ന സകാത്ത് ലക്ഷങ്ങളുടെ റിലീഫ് കിറ്റുകൾ സകാത്ത് ഫണ്ടിൽ നിന്ന് സാധുക്കളായ ആളുകൾക്ക് നൽകും അവർ. പക്ഷേ അവരുടെ ആ സകാത്ത് ഉണ്ടല്ലോ, അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാഹ്ക്ക് ആ സകാത്ത് വേണ്ട. വലാ സിയാമൻ, അവർ അനുഷ്ഠിക്കുന്ന നോമ്പ് അല്ലാഹു സ്വീകരിക്കുകയില്ല. വലാ ഹജ്ജൻ, അവരുടെ ഹജ്ജും അല്ലാഹു സ്വീകരിക്കൂല. വലാ ഉംറത്തൻ, അവർ നിർവഹിക്കുന്ന ഉംറയും സ്വീകരിക്കൂല. ഇതൊന്നും ചെയ്യൂല എന്നല്ല റസൂൽ പറഞ്ഞത്. അതൊക്കെ ചെയ്യും, പക്ഷെ അതൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. എന്നിട്ട് റസൂല് പറഞ്ഞു, വലാ സർഫൻ വലാ അദ്ലാ, ഫർളോ സുന്നത്തോ ആയ ഒരൊറ്റ ഇബാദത്തും അല്ലാഹു അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാം ഇബ്നു മാജ തന്റെ കിതാബു സുനനിൽ ഈ ഹദീസ് രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്